നമസ്കാരം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയാണ് ഉള്ളത്? ഓക്കെ, നിങ്ങളതിൽ ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്? ഓക്കെ, മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി, ഇവിടെ എന്തോ നിങ്ങളുടെ ഇടയിൽ ഇമോഷണലായിട്ട് എന്തോ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നതായി കാണുന്നു. എന്തോ ഒരു നഷ്ടം വന്നിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു താല്പര്യം കുറഞ്ഞ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവരെന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു. അവർക്ക് മാനസികമായി ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു കുറ്റബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു സംസാരമോ പ്രവൃത്തിയോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒന്ന് തിരുത്തി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തരണമെന്ന് അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് കറണ്ട് എനർജിയിൽ അവർ ചിന്തിക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചതോ പ്രവർത്തിച്ചതോ ശരിയായില്ല, ഒന്ന് തിരിച്ച് റിലേഷൻഷിപ്പ് ശരിയായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആക്കി നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് തരാമായിരുന്നു എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഇവിടെ കുറച്ച് ചലഞ്ച് സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു, മാത്രമല്ല ബ്ലോക്ക് ആയിരിക്കാം. ഓക്കെ, ഈ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ അവർക്ക് ആ ഒരു ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളെ പിണങ്ങി അവർ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അവർക്ക് വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല, അതിലും ഉപരി ആരൊക്കെയോ ആണ് അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം സ്ഥാനം നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അവഗണിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. നിങ്ങൾ ആരൊക്കെയോ ആണ് അവരുടേതെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.